നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ പ്രതിദിനം 3 ലക്ഷത്തോളം പേർക്കാണ് കൊറോണ സ്ഥിരീകരിക്കുന്നത്. ഇതിന് പിന്നാലെ നിരവധി രാഷ്ട്രങ്ങളാണ് ഇന്ത്യക്ക് വിലക്ക് പ്രഖ്യാപിച്ചത്. ഇതിൽ പ്രവാസികളെ ഏറെ ദുരിതത്തിലാക്കിയത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ തീരുമാനം തന്നെയാകുന്നു. ഇത്തരത്തിൽ യാത്രാവിലക്ക് പ്രഖ്യാപിച്ചതോടെ നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് പ്രവാസികൾ. യാത്രാവിലക്കിനെ തുടർന്ന് UAE-യിൽ തിരിച്ചെത്താതെ ആയിരങ്ങൾ നാട്ടിലും കുടുങ്ങിയിട്ടുണ്ട്. പ്രതിസന്ധി ഇനി എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന ആശങ്കയും ശക്തമാണ്. പുതിയ പ്രഖ്യാപനങ്ങളോടെ ആയിരങ്ങളാണ് നാട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. മെയ് 5 വരെയാണ് UAE ഔദ്യോഗികമായി യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിലക്ക് അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്നാണ് സൂചന. അതേസമയം നയതന്ത്ര ആരോഗ്യ ഉദ്യോഗസ്ഥർ, ഗോൾഡൻ വിസക്കാർ എന്നിവർക്കും വിലക്കില്ല. ഇന്ത്യയിൽ നിന്ന് നേരിട്ടും അല്ലാതെയുമുള്ള കാർഗോ സർവീസുകൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. ഒമാൻ, സൗദി, കുവൈറ്റ് എന്നിവിടങ്ങളിലെ യാത്രാവിലക്കും എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ വ്യക്തമല്ല താനും. പ്രതിസന്ധി തുടർന്നാൽ പലരുടെയും ജോലിയെയും ഇത് സാരമായി ബാധിക്കും. തിരികെ വരാൻ വൈകിയാൽ ജോലിക്കാര്യം പ്രശ്നമാകുമെന്ന് ചില കമ്പനികൾ അറിയിച്ചതായി ജീവനക്കാർ പറയുകയുണ്ടായി. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പലരും ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇതേസമയം ആയിരങ്ങളാണ് UAE-യിൽ എത്താൻ പറ്റാതെ നാട്ടിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് ട്രാവൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു. മെയ് 5-ന് ശേഷം പ്രതിസന്ധി തുടർന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നാണ് പലരും പറയുന്നത്. കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ട്രാൻസിറ്റ് യാത്രയും ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേപ്പാൾ, മാലി എന്നിവ മുഖേന സൗദിയിലേക്ക് പുറപ്പെട്ടവരും ഈ ഉത്കണ്ഠയാണ് പങ്കുവച്ചിരിക്കുന്നത്. നേപ്പാൾ ഇതിനോടകം തന്നെ തികച്ചും പ്രതികൂലമായ തീരുമാനമാണ് പങ്കുവച്ചിരിക്കുന്നത്. നേപ്പാൾ വഴി ഗൾഫിലേക്ക് യാത്ര ചെയ്യാനിരുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. വിദേശികൾക്ക് കോവിഡ് പരിശോധന നടത്തുന്നത് നേപ്പാൾ കഴിഞ്ഞ ദിവസം മുതൽ നിർത്തിവെച്ചതോടെ നിരവധി പേരുടെ യാത്ര മുടങ്ങിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഇപ്പോൾ നേപ്പാളിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വിദേശികളുടെ കോവിഡ് പരിശോധന നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം സർക്കുലർ പുറത്തിറക്കിയത്. നേപ്പാളിൽ കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ നേപ്പാൾ പൗരന്മാർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ, നേപ്പാളിൽ സ്ഥിരതാമസമാക്കിയ വിദേശികൾ എന്നിവർക്ക് മാത്രമായി RT-PCR പരിശോധനകൾ പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇപ്പോൾ നേപ്പാൾ വഴിയുള്ള പ്രവാസികളുടെ പ്രതീക്ഷയും അടഞ്ഞിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.